ഹായ് ഹലോ എല്ലാവരും എന്തെടുക്കുന്നു? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയറിന് വേണ്ടിയിട്ടുള്ള DIY വീഡിയോ ആണ് കേട്ടോ. ഹെയർ നല്ല സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും അതുപോലെ ഹെയർ നല്ല ഒതുങ്ങി നിൽക്കാനും എന്താ പറയാ ഒരു നല്ല ഷൈനസ് കൊടുക്കും ഹെയറിന് കേട്ടോ. അങ്ങനെയുള്ള ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അധികവും മന്ത്ലി ഒരു 1 to 2 ടൈംസ് അല്ലെങ്കിൽ വീക്ക്ലി 1 ടൈം ഇങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ മന്ത്ലിയാണ് ചെയ്യാറുള്ളത്. ടൈം കിട്ടുമ്പോഴൊക്കെ മന്ത്ലി നല്ല ടൈം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അതെനിക്ക് ഭയങ്കര സൂപ്പർ വർക്കിംഗ് ആയിരുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ റെമഡിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡ് ആണ്. ചണവിത്ത് അറിയാലോ, ഒരുവിധ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ഫ്ലാക്സ് സീഡും റൈസ് വാട്ടറും ആണ് ഇന്നത്തെ റെമഡിയുടെ മെയിൻ ആണ്. സോ നമ്മുടെ റൈസ് വാട്ടർ നമുക്ക് വീട്ടിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാൻ ഓൺലൈൻ വഴിയാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ കുറച്ച് സീഡ്സ് ഒന്നിച്ച് വാങ്ങുമ്പോൾ വാങ്ങിയതാട്ടാ. അപ്പോൾ ഒന്നിച്ച് വാങ്ങുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ വാങ്ങേണ്ടതെന്നുള്ളത് നാട്ടിൽ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങുന്നെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങാം. ഓക്കെ, അത് ഓൺലൈൻ വാങ്ങേണ്ടവർക്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതിൻ്റെ. ഓക്കെ, ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെയറിന്റെ ഒരു ഫ്രിഷ്നെസ് ഉണ്ടാവില്ലേ, ആ ഫ്രിഷ്നെസ്സിനെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മുടി നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യും, മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനുള്ള ഇറിറ്റേഷൻസ് മാറ്റും, സ്കാൽപ്പിന്റെ pH ബാലൻസ് കൊണ്ടുവരും. എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഹെയർ കെമിക്കലി ട്രീറ്റ്മെന്റ് ചെയ്തതായിരുന്നു, ഇനി എങ്ങനെയാണ് നമ്മുടെ ഹെയർ നോർമൽ, നമ്മുടെ മുടി നോർമൽ ആവുന്ന എന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സോ നമ്മുടെ ഏറ്റവും വലിയ ഇതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡ് തന്നെയാണ്. അപ്പൊ ഫ്ലാക്സ് സീഡും കഞ്ഞിവെള്ളവും അല്ലെ, നമ്മുടെ കഞ്ഞിവെള്ളവും ഫ്ലാക്സ് സീഡും കൂടി ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ മോയ്സ്ചറൈസിങ് കൂട്ടാൻ ഉള്ളത്. അങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഹെയറിന് നിങ്ങൾക്ക് ഈ ഫ്ലാക്സ് സീഡ് ജെല്ല്, അലോവേര ജെല്ല്, ഓക്കെ, ഇതൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ pH-നെ തിരിച്ചു കൊണ്ടുവരും ഹെയറിന്റെ എന്നുള്ള. സോ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കാം. വെള്ളം എത്ര എടുക്കണം? അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ മാസ്ക് എങ്കിൽ നിങ്ങൾ ഒരു 3 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്തിട്ട് ഒരു 2-2.5 കപ്പ് വെള്ളം, ഓക്കെ, മതിയാവും. അതിന് വേണ്ടിയിട്ട് 2-2.5 കപ്പ് വെള്ളത്തിലേക്ക് ഫ്ലാക്സ് സീഡും ഞാൻ ഇതിൽ റൈസ് കൂടെ ഇപ്പം തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ കഞ്ഞി വെള്ളമാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഞാൻ അതിന്റെ കാര്യം പിന്നീട് പറയാം. ഇപ്പം ഞാൻ ഇതിൽ എടുക്കുന്നത് റൈസാണ്. ഒരു നമ്മുടെ പച്ചരി 3 ടേബിൾ സ്പൂൺ റൈസ് കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങ് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്ലാക്സ് സീഡിന്റെ ഒരു ജെൽ ഫോമിൽ അത് കിട്ടും. നമ്മൾ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ശേഷം നമ്മൾ അധിക നേരം തണുക്കാൻ വെക്കരുത്. ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് പറയാനുള്ളത്, തണുക്കാൻ വെക്കരുത്. കാരണം തണുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജെൽ ഫോം കിട്ടില്ല അരിച്ചെടുക്കുമ്പോൾ. അപ്പം നമ്മളിപ്പം തന്നെ ആ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചൂടോട് തന്നെ നിങ്ങൾ അരിച്ചെടുക്കാം. ചിലർ തുണിയിലൊക്കെ ആക്കി പിഴിഞ്ഞെടുക്കാറുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ചൂടോടെ തന്നെ നമ്മൾ അരിപ്പിയിൽ അരിച്ചെടുത്താൽ തന്നെ ആ ഒരു ജെൽ ഫോം കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നമ്മളിപ്പോൾ അടിച്ചെടുത്ത ഒരു ഫ്ലാക്സ് സീഡിന്റെ ജെല്ല് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് ഇന്നത്തേക്ക് വേണ്ടി മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഫ്ലാക്സ് സീഡ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത ഫോം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് എന്താ പറയുക, നന്നായിട്ട് മുടി, ഞാൻ എന്ത് പറയാൻ കാരണം നല്ലോണം മുടി നല്ല എന്താ പറയുക നല്ല ഡ്രൈ ആയിട്ട് എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോയി വന്നാൽ നമ്മൾ അറിയില്ലേ, നന്നായിട്ട് ഇങ്ങനെ ഒരു എണ്ണ കാണാത്തൊരു സ്ഥലത്ത് നിന്ന് വരും. നമ്മൾ സാധനം മനസ്സിലായോ, എന്നോട് കളിയാക്കാറുണ്ട് ഇടയ്ക്ക്, നീ എന്താ എണ്ണ കാണാത്ത വീട്ടിൽ നിന്ന് വന്നതാണോ, അതുപോലെയുള്ള ഒരു ഹെയർ ഇല്ലേ, ആ ഒരു ഫോമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫ്ലാക്സ് സീഡ് ജസ്റ്റ് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു വെള്ളത്തിൽ വേവിച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ആ മോയ്സ്ചറൈസ് കുറച്ചും കൂടി നന്നായിട്ട് ബെറ്റർ ആയിട്ട് കിട്ടും കേട്ടോ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അടിച്ചെടുത്ത ഫ്ലാക്സ് സീഡ് പെട്ടെന്ന് ചീത്തയായി പോവും. സോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ അടിച്ചെടുക്കാറില്ല. എനിക്ക് അത്ര വലിയ ഡ്രൈനെസ് ഒന്നും ഇല്ല ഹെയറിന് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കഞ്ഞി വെള്ളത്തിന്റെ കാര്യം. അപ്പൊ ഞാൻ നേരത്തെ റൈസ് അതിലൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് നല്ലോണം, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ ഒരു എന്താ പറയാ ഇങ്ങനെ എണ്ണ കാണാത്തടുത്ത് വന്ന ആ ഒരു മുടിയില്ലേ, ആ ഒരു ടൈപ്പിനാണെങ്കിൽ നിങ്ങൾ ഫ്ലാക്സ് സീഡ് അടിച്ചെടുക്കുന്നതിന്റെ കൂടെ അടിച്ചെടുത്തിട്ട് ആ ഒരു പാകമാക്കിയ ശേഷമുള്ള ആ ഒരു മിക്സിന്റെ കൂടെ ജെൽ ഫോമിന്റെ കൂടെ നിങ്ങൾക്ക് നോർമൽ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം, അതായത് പഴങ്കഞ്ഞി എന്നൊക്കെ പറയില്ലേ, പഴങ്കഞ്ഞിയുടെ വെള്ളം, ചോറ് അടിച്ചെടുത്തതല്ല കേട്ടോ, മീൻസ് നമ്മൾ വാർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വെള്ളമില്ലേ കഞ്ഞിവെള്ളം, ഓക്കെ, അത്. അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം തലേനാളത്തൊക്കെ ആണെങ്കിൽ അതും ഈ അടിച്ചെടുത്ത മിക്സിന്റെ കൂടെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മോയ്സ്ചറൈസിങ് കിട്ടും. അപ്പോൾ നല്ലോണം ഇങ്ങനെ കട്ടിയോടെ ഇങ്ങനെ മുടി എണ്ണമയം നല്ല വേണം, നല്ലൊരു നാച്ചുറൽ എന്താ പറയുക ആ ഒരു ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെയറിന് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, എൻ്റെ മുടിയിൽ ഞാനിപ്പോൾ കഞ്ഞിവെള്ളം എടുത്തിട്ടില്ല, കാരണം എനിക്ക് അത്ര വലിയ ഡ്രൈ ഉള്ള ഒരു ഹെയർ ഒന്നല്ല, നോർമൽ ഒരു ഹെയർ ആണ്. സോ ഞാൻ റൈസിൻ്റെ തന്നെ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഹെയർ വാഷ് ചെയ്തതാണ് ആ ഒരു ഫ്ലാക്സ് സീഡ് വെച്ചിട്ട്. കണ്ടോ, ഉണങ്ങിയിട്ടില്ല മുടി, പക്ഷെ എങ്കിലും നല്ല ഒരു ഷൈനിങ് ഉണ്ട് ഹെയറിന്, ഉണങ്ങി വരുന്നതേ ഉള്ളൂ.
പക്ഷെ എനിക്ക് ചിലർ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കഞ്ഞിവെള്ളത്തിന്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആണ്. ഇറിറ്റേഷൻ അല്ല, ഒരു ടൂ മച്ച് സ്മെല്ലല്ലേ പഴം കഞ്ഞിയുടെ ആ ഒരു സ്മെല്ല്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ, നോർമലി ഇല്ല. ഫ്ലാക്സ് സീഡിൻ്റെ കൂടെ വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ആ ഒരു സ്മെല്ല് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസെൻഷ്യൽ ഓയിൽ എന്തെങ്കിലും ഹെയറിന് യൂസ് ചെയ്യുന്ന എസെൻഷ്യൽ ഓയിൽ 2 to 3 drops ഒക്കെ ഒന്ന് അതിൻ്റെ കൂടെ ജെല്ലിൻ്റെ കൂടെ ഒറ്റിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇപ്പൊ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്ന കാര്യം, കഞ്ഞിവെള്ളം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല, അതായത് കട്ടിയല്ലേ, അത് മുടിയിൽ ഇങ്ങനെ നന്നായിട്ട് കഴുകി കളയുമ്പോൾ ചിലപ്പോൾ കഞ്ഞിവെള്ളത്തിന്റെ ആ ഒരു പശ പോകില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ടെക്സ്ചറുള്ള ഹെയർ ഉണ്ടാവും. നല്ലോണം കട്ടിയില്ല, വോളുമൈസിങ് ആയിട്ട് ഇങ്ങനെ കേളി ടൈപ്പ് ഒക്കെ ഹെയർ ഇല്ല, നല്ലോണം ജടപ്പൂമ്പാരൊക്കെ ഉള്ള പോലത്തെ ടൈപ്പ് ഒരു ഹെയർ കാണുമ്പോൾ ഇങ്ങനെ ജട കെട്ടിയ പോലെ ഉണ്ടാവും, പക്ഷെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല സംഭവം. ആ ഒരു ടൈപ്പ് ഹെയർ അവർക്ക് കഞ്ഞിവെള്ളം യൂസ് ചെയ്ത് ചിലപ്പോൾ അത് കഴുകി കളഞ്ഞാൽ പോവില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്ത പോലെ ഫ്ലാക്സ് സീഡിന്റെ കൂടെ തന്നെ റൈസ് ആഡ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, ജെല്ല് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ ഇനി നമ്മുടെ ജെല്ല് കിട്ടിയിട്ടുണ്ട്, ഫ്ലാക്സ് സീഡിന്റെ ജെല്ല്. ഇനി നമുക്ക് ഹെയറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. ഹെയറിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നന്നായിട്ട് ഹെയറിൽ നമ്മുടെ സ്കാൽപ്പിന് ഫുള്ള് നന്നായിട്ട് മസാജിങ് ചെയ്ത് ഹെയറിന് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഒന്നുകിൽ അപ്ലൈ ചെയ്യുക നമ്മൾ നന്നായിട്ട് എന്താ പറയുക നമ്മുടെ സ്കാൽപ്പിലും സ്ട്രാൻഡ്സിലും ഹെയറിന് മൊത്തത്തിൽ അതിങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് ബെറ്റർ. നിങ്ങൾക്കത് നമ്മുടെ എന്താ പറയുക നമുക്ക് മനസ്സിലാവും, ഉള്ളിലൊരു തണുപ്പ് ഫീല് കിട്ടും. മോയ്സ്ചറായിട്ട് അപ്പം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഫീല് കിട്ടും സ്കാൽപ്പിന്. അതിനുശേഷം അപ്ലൈ ചെയ്ത ശേഷം നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ 2 കൈ കൊണ്ട് വിരൽ വെച്ചിട്ട് നമ്മുടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അപ്പോൾ നന്നായിട്ട് കവർ ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാവൂ. ഫ്ലാക്സ് സീഡ് നിങ്ങൾ എപ്പോഴെന്ന് വെച്ചാൽ നിങ്ങളുടെ വീക്കിലി 1 ടൈം എങ്കിലും യൂസ് ചെയ്യുക. നന്നായിട്ട് ഹെയർ ലോസസ് അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുക ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് ഹെയറിന്. സോ നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ വീക്കിലി ചെയ്യുന്നതാണ് നല്ലത്. അത്രയൊന്നും വലിയ പണിയില്ല. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഫ്ലാക്സ് സീഡിന് ജെല്ല് നമുക്ക് വാങ്ങാൻ കിട്ടാറുണ്ട്, അതാണോ നല്ലത്? പക്ഷേ അതെന്ന് പറയുന്നത് മടിയുള്ളവർക്ക് പറ്റിയ സംഭവം മാത്രമാണ് കേട്ടോ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഹെയറിന് നമ്മുടെ നോർമൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ചെയ്യുമ്പോഴും ആ ഫ്ലാക്സ് സീഡിന് അതിൻ്റെ ഒരു ഇത് കിട്ടും. പക്ഷെ നമ്മളെപ്പോഴും വാങ്ങുന്നത് നമുക്കറിയില്ലല്ലോ എത്രമാത്രം എത്ര നാച്ചുറൽ ആണ് പറഞ്ഞാൽ അവരെങ്ങനെ ചെയ്യും നമ്മൾ കണ്ണിൽ കാണുന്നില്ല. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് വരെ തന്നെ കിട്ടും. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഫ്ലാക്സ് സീഡ് ജെല്ല്. നിങ്ങൾക്ക് പറ്റുന്ന ജെല്ല് മാക്സിമം നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ജെല്ല് നിങ്ങൾ തന്നെ തയ്യാറാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മുടെ മുടിയിൽ അത്രയും ഡ്രൈ ആക്കരുത്. ഒരു 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുടിയുടെ ഒരു ടെക്സ്ചർ നന്നായിട്ട് എന്താ പറയുക ഒരു ജസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ വെറ്റായിട്ടുണ്ട്, രണ്ടും എന്താ പറയുക ഒരു ടൈപ്പ് നമ്മൾ എത്തുമ്പോൾ തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഷാമ്പൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഓൾറെഡി മോയ്സ്ചറൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിലൂടെ ഷാമ്പൂ കണ്ടീഷണർക്ക് യൂസ് ചെയ്തിട്ട് ആ ഇത് കളയുന്നത് അതിന് തുല്യമാണ്. കാരണം മോയ്സ്ചറൈസിങ് കണ്ടന്റ് കുറയും, ഡ്രൈ ആവും. പിന്നെയും അതിന് ഇന്നൊന്നും ചെയ്യരുത്, അത് നമ്മൾ നോർമൽ വെള്ളത്തിൽ കഴുകി കളയുന്നതാണ് ബെറ്റർ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾക്ക് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും കേട്ടോ, ചെയ്യാത്തവരും ഉണ്ടാവും. അപ്പോൾ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെയറിന്റെ ടൈപ്പ് നോക്കുക. ലോ പൊറോസിറ്റി, ഹൈ പൊറോസിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഹെയർ ഉണ്ട്. അതായത് എക്സാമ്പിൾ പറയുന്നത് ലോ പൊറോസിറ്റി പറയുമ്പോൾ നമ്മുടെയൊക്കെ നോർമൽ ഹെയർ ആണ് കേട്ടോ. ഈ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത ഹെയർ ഹൈ പൊറോസിറ്റി എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡ്രൈനെസ് കൂടുതൽ ഫീൽ ചെയ്യുന്ന ഹെയർ ആണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇത്. കാരണം വെച്ചാൽ നമ്മുടെ ആ ഒരു ഹൈ പൊറോസിറ്റി ഉള്ളവർക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടും. കാരണം നമ്മുടെ ആ ഒരു നാച്ചുറൽ ഹെയർ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.